നമസ്കാരം. പ്രധാന വാർത്തകൾ. KP ശശികല വിഷകലയാണെന്നും വേടനെതിരെ ശശികല നടത്തിയത് ജാതി അധിക്ഷേപമാണെന്നും P. ജയരാജൻ. ഹിന്ദു വർഗീയതയുടെ പ്രതിനിധിയാണ് ശശികല എന്നും ഹിന്ദുത്വ വർഗീയത പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളെ മനുഷ്യരായി പരിഗണിക്കുന്നില്ല എന്നും ജയരാജൻ. വേടൻ മഹാഗായകനാണെന്നും ശശികലയ്ക്കെതിരെ പോലീസ് കേസെടുക്കണമെന്നും ആവശ്യം. ഡെങ്കിപ്പനി ഭീതിയിൽ പട്ടാമ്പി. വിവിധ പഞ്ചായത്തുകളിലായി 120ഓളം പേർക്ക് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചു. ഗൗരവകരമായ സാഹചര്യമാണ് ഉള്ളതെന്നും ജാഗ്രത പുലർത്തണമെന്നും ആരോഗ്യവകുപ്പ്. ഒറ്റപ്പാലത്ത് മാരക മയക്കുമരുന്നായ MDMAയുമായി 2 യുവാക്കൾ പോലീസിന്റെ പിടിയിൽ. 8.9 ഗ്രാം MDMA യുവാക്കളിൽ നിന്ന് പോലീസ് കണ്ടെടുത്തു. ഒറ്റപ്പാലത്ത് മുക്കുപട്ടം പണയം വെച്ച് തട്ടിപ്പ് നടത്താൻ ശ്രമിച്ച 2 യുവാക്കളും പോലീസിന്റെ പിടിയിൽ. വർഷകാലത്ത് ഉണ്ടാകുന്ന അപകടങ്ങൾ ഒഴിവാക്കുന്നതിനും മത്സ്യസമ്പത്ത് സംരക്ഷിക്കുന്നതിനുമായി കർശന നടപടികളുമായി ഫിഷറീസ് വകുപ്പ്. ജൂൺ 9 അർദ്ധരാത്രി മുതൽ ജൂലൈ 31 വരെ 52 ദിവസത്തേക്ക് ട്രോളിംഗ് നിരോധനം. 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം അഴീക്കോട് പ്രവർത്തന സജ്ജം. 123 വർഷത്തെ ചരിത്രശേഷിപ്പ് ഓർമ്മയാകുന്നു. ചെറുതുരുത്തി ഷൊർണൂർ പ്രദേശങ്ങളെ ബന്ധിച്ചിരുന്ന കൊച്ചിൻ പഴയ പാലം പൊളിച്ചു നീക്കാൻ ഉത്തരവിറക്കി സർക്കാർ. ഓർമ്മയാകുന്നത് കേരളപ്പിറവയ്ക്ക് മുൻപ് പഴയ മദിരാശി മലബാറിനെയും തിരുവിതാംകൂർ കൊച്ചിയെയും ബന്ധിപ്പിച്ചിരുന്ന നീളാനദിക്ക് കുറുകെയുള്ള കൊച്ചിൻ പാലം. തൃശൂരിൽ നടക്കുന്ന എൻ്റെ കേരളം പ്രദർശന വിപണനമേള തുടരുന്നു. സന്ദർശകർക്കായി വിവിധ ഗെയിമുകൾ ഒരുക്കി സംസ്ഥാന കായിക വകുപ്പ്. വിദേശ പക്ഷി മൃഗാദികളുടെ വിസ്മയ കാഴ്ചയൊരുക്കി മൃഗസംരക്ഷണ വകുപ്പ്. ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തിന്റെ പൊള്ളുന്ന യാഥാർത്ഥ്യങ്ങളെ തുറന്നുകാട്ടി സാംസ്കാരിക വേദിയിൽ അവതരിപ്പിച്ച നാടകവും ശ്രദ്ധേയം. തൃശൂർ അക്കിക്കാവിൽ നിയന്ത്രണം വിട്ട ഗ്യാസ് വിതരണ വണ്ടി ഇടിച്ച് വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം. വടക്കാഞ്ചേരിയിൽ മീൻ പിടിക്കാൻ പോയ 55-കാരനെ ഡാമിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. വാർത്തകൾ വിശദമായി. KP ശശികല വിഷകലയാണെന്നും വേടനെതിരെ ശശികല നടത്തിയത് ജാതി അധിക്ഷേപമാണെന്നും P. ജയരാജൻ. ഹിന്ദുത്വ വർഗീയതയുടെ പ്രതിനിധിയാണ് ശശികല എന്നും ഹിന്ദുത്വ വർഗീയത പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളെ മനുഷ്യരായി പരിഗണിക്കുന്നില്ലെന്നും ജയരാജൻ പറഞ്ഞു. ഈ വർഗീയ വിഷപ്പാമ്പിൻ്റെ വായിൽ നിന്ന് ഒരിക്കലും നന്മ നിറഞ്ഞ വാക്കുകൾ പ്രതീക്ഷിക്കാനാണ്. നമ്മുടെ സമൂഹത്തിൻ്റെ ഭാവി ആഗ്രഹിക്കുന്ന ഏതൊരാളും അതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ്. അതിനെപ്പോലും ആക്ഷേപിക്കുന്ന നിലപാടാണ് ഈ വിശാല ഹിന്ദു ഐക്യമോ ഒക്കെ പറയുന്ന ഈ വിഷജീവികൾ പ്രചരിപ്പിക്കുന്നത്. അങ്ങേയറ്റം പ്രതിഷേധമായിട്ടുള്ള കാര്യമാണ്. പട്ടികജാതിക്കാരുടെ സംഘപരിവാർ സ്വീകരിക്കുന്ന നിലപാട് തിരിച്ചറിയേണ്ടതാണെന്നും ശശികലയുടെ പരാമർശത്തിൽ പോലീസ് കേസെടുക്കണമെന്നും വേടൻ മഹാനായ ഗായകനാണെന്നും പാലക്കാട്ട് മാധ്യമപ്രവർത്തകരോട് ജയരാജൻ പറഞ്ഞു. ഇവിടെ വേടൻ എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാനായിട്ടുള്ള ഒരു ഗായകൻ, അദ്ദേഹം പട്ടികജാതിയിലാണ് എന്നതുകൊണ്ടുള്ള ഒരു ജാതി അധിക്ഷേപമായിട്ടാണ് ഈ സമൂഹം ശശികലയുടെ വാക്കുകളെ വിലയിരുത്തുന്നത്. അദ്ദേഹത്തിൻ്റെ സംഗീത പരിപാടിയടക്കം ആക്ഷേപിച്ചിരിക്കുകയാണ്. ഡെങ്കിപ്പനി ഭീതിയിൽ പട്ടാമ്പി. വിവിധ പഞ്ചായത്തുകളിലായി 120ഓളം പേർക്ക് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചു. ഗൗരവകരമായ സാഹചര്യമാണ് ഉള്ളതെന്ന് ജാഗ്രത പുലർത്തണമെന്നും ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചു. മഴക്കാലം ആരംഭിച്ചതോടെ പകർച്ചവ്യാധികളും വ്യാപകമായി. മഞ്ഞപ്പിത്തത്തിന് പുറകെ പട്ടാമ്പി മണ്ഡലത്തിൽ ഡെങ്കിപ്പനി പടർന്നു പിടിക്കുന്ന ആശങ്കയിലാണ് ജനങ്ങളും ആരോഗ്യ വിഭാഗവും. കൊപ്പം സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിന് കീഴിൽ വിവിധ പഞ്ചായത്തുകളിലായി 120ഓളം ആളുകൾക്കാണ് നിലവിൽ ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഓങ്ങല്ലൂർ, പട്ടാമ്പി, വിളയൂർ എന്നിവിടങ്ങളിലാണ് ഡെങ്കിപ്പനി വ്യാപനം കൂടുതൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഒരിക്കൽ ഡെങ്കിപ്പനി വന്നവരിൽ വീണ്ടും ഡെങ്കിപ്പനി വരുന്നത് ഗുരുതര പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്ന് കൊപ്പം സാമൂഹ്യാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആശ ജലാൽ അറിയിച്ചു. പട്ടാമ്പി, ഓങ്ങല്ലൂർ, വിളയൂർ എന്നിവിടങ്ങളിൽ മുൻ വർഷങ്ങളിൽ ഡെങ്കിപ്പനി കാര്യമായി റിപ്പോർട്ട് ചെയ്ത ഇടങ്ങളിലാണ് വീണ്ടും ഡെങ്കിപ്പനി വ്യാപനം കണ്ടെത്തിയിരിക്കുന്നത്. ഇത് ഏറെ ഗൗരവമുള്ളതാണെന്ന് ആരോഗ്യ വിദഗ്ധർ പറയുന്നു. ഈ സാഹചര്യത്തിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ ചികിത്സ തേടണമെന്നും ആരോഗ്യ വിഭാഗവും ഉദ്യോഗസ്ഥരും അറിയിച്ചു. ഡെങ്കിപ്പനി പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ജില്ലാതല ഉദ്ഘാടനം വെള്ളിയാഴ്ച ഓങ്ങല്ലൂരിൽ നടക്കും. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ഒറ്റപ്പാലത്ത് മാരക മയക്കുമരുന്നായ MDMAയുമായി യുവാക്കൾ അറസ്റ്റിൽ. ചുനങ്ങാട് സ്വദേശി ഷുഹൈബ്, മായന്നൂർ സ്വദേശി മുഹമ്മദ് ഷമാർ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. ഇവരിൽ നിന്നും 8.9 ഗ്രാം MDMA പിടികൂടി. ബുധനാഴ്ച രാത്രി 7:30യോടെ സബ് ഇൻസ്പെക്ടർ M. സുനിലും സംഘവും പെട്രോളിംഗ് നടത്തുന്നതിനിടെ ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്ന് മംഗലം മുരുക്കുംപറ്റ റോഡിൽ വച്ച് പ്രതികൾ സഞ്ചരിച്ച വാഹനം തടഞ്ഞു നിർത്തി പരിശോധിച്ചപ്പോഴാണ് മയക്കുമരുന്ന് കണ്ടെത്തിയത്.
ചുനങ്ങാട് മലപ്പുറം തോട്ടിങ്ങൽ വീട്ടിൽ 33-കാരനായ ഷുഹൈബ്, മായനൂർ പാലത്തിങ്കൽ വീട്ടിൽ 25-കാരനായ മുഹമ്മദ് ഷമാർ എന്നിവരെയാണ് ഒറ്റപ്പാലം പോലീസ് അറസ്റ്റ് ചെയ്തത്. കാറിൻ്റെ ഡാഷ്ബോർഡിൽ ഒളിപ്പിച്ച നിലയിൽ ആയിരുന്നു മാരക മയക്കുമരുന്നായ MDMA. കോയമ്പത്തൂരിൽ നിന്നുമാണ് മയക്കുമരുന്ന് കൊണ്ടുവരുന്നതെന്ന് പ്രതികൾ പോലീസിനോട് പറഞ്ഞു. മയക്കുമരുന്നിനായി ഒറ്റപ്പാലം 19 മൈൽ സ്വദേശി ഷാരൂഖ് പണം നൽകിയതായും പ്രതികൾ മൊഴി നൽകിയതായി പോലീസ് പറഞ്ഞു. കേസിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ്. മയക്കുമരുന്ന് കടത്താൻ ഉപയോഗിച്ച കാർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഒറ്റപ്പാലം SHO A. അജീഷ്, SI M. സുനിൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് കേസ് അന്വേഷിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഒറ്റപ്പാലം സർവീസ് സഹകരണ ബാങ്കിൽ മുക്കുപണ്ടം പണയം വെച്ച് പണം തട്ടാൻ ശ്രമിച്ച 2 പേർ പോലീസിന്റെ പിടിയിൽ. ഒറ്റപ്പാലം സ്വദേശികളായ വിനീഷ്, ഷഹീർ എന്നിവരെയാണ് ബാങ്ക് ഉദ്യോഗസ്ഥർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചത്. 916 സീലോടുകൂടിയ മുക്കുപണ്ടമാണ് തട്ടിപ്പിനായി ഇവർ ഉപയോഗപ്പെടുത്തിയത്. ഒറ്റപ്പാലം സർവീസ് സഹകരണ ബാങ്കിന്റെ ഈസ്റ്റ് ഒറ്റപ്പാലം ശാഖയിലാണ് ബുധനാഴ്ച ഉച്ചയ്ക്ക് 12:30 തട്ടിപ്പിന് ശ്രമമുണ്ടായത്. 1 പവൻ തൂക്കം വരുന്ന മുക്കുപണ്ടത്തിന്റെ വള പണയം വെച്ച് പണം തട്ടാനാണ് ശ്രമം നടന്നത്. ഒറ്റപ്പാലം സ്വദേശികളായ 32-കാരൻ വിനീഷ്, 44-കാരൻ ഷഹീർ എന്നിവരാണ് തട്ടിപ്പിനിടെ പിടിയിലായത്. പവന് 52,000 രൂപ വേണമെന്നാണ് ഇവർ ആവശ്യപ്പെട്ടത്. 48,000 രൂപ പവന് നൽകാമെന്ന് ബാങ്ക് ജീവനക്കാർ പറഞ്ഞു. പിന്നീട് ആഭരണം വാങ്ങി പരിശോധിച്ചപ്പോഴാണ് മുക്കുപണ്ടമാണെന്ന് വ്യക്തമായത്. 916 സീലോടുകൂടിയ മുക്കുപണ്ടമാണ് തട്ടിപ്പിനായി ഉപയോഗപ്പെടുത്തിയതെന്ന് ബാങ്ക് ജീവനക്കാർ പറഞ്ഞു. ഉടനെ ഒറ്റപ്പാലം പോലീസിനെ വിവരമറിയിച്ച് പ്രതികളെ കൈയോടെ പോലീസിന് കൈമാറുകയായിരുന്നു. ബാങ്ക് ജീവനക്കാരി ശരണ്യയുടെ പരാതിയിൽ ഒറ്റപ്പാലം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. വർഷകാലത്ത് മത്സ്യബന്ധന മേഖലയിൽ ഉണ്ടാകുന്ന അപകടങ്ങൾ ഒഴിവാക്കുന്നതിനും മത്സ്യസമ്പത്ത് സംരക്ഷിക്കുന്നതിനുമായി ഫിഷറീസ് വകുപ്പിന്റെ കർശന നടപടികൾ. ജൂൺ 9 അർദ്ധരാത്രി മുതൽ ജൂലൈ 31 അർദ്ധരാത്രി വരെ ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തി. 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷനിൽ തുറന്നു. ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ C. സീമയുടെ നേതൃത്വത്തിൽ കൺട്രോൾ റൂം പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കും. കൺട്രോൾ റൂമിലേക്ക് 0480299690 എന്ന നമ്പറിൽ വിളിച്ച് അപകട വിവരങ്ങൾ അറിയിക്കാവുന്നതാണ്. നിരോധനവേളയിൽ കടൽ രക്ഷാപ്രവർത്തനങ്ങൾക്കും കടൽ പട്രോളിങ്ങിനുമായി ജില്ലയിൽ 2 സ്വകാര്യ ബോട്ടുകൾ വാടകയ്ക്കെടുത്ത് പട്രോളിംഗ് നടത്തിവരുന്നുണ്ട്. ഇന്ത്യൻ നേവിയിൽ നിന്നും ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൽ നിന്നും പ്രത്യേക പരിശീലനം ലഭിച്ച മറൈൻ എൻഫോഴ്സ് ഓഫീസർമാർ റെസ്ക്യൂ ഓപ്പറേഷനുകൾക്ക് മേൽനോട്ടം വഹിക്കും. ഗോവയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വാട്ടർ സ്പോർട്സ് പരിശീലന കേന്ദ്രത്തിൽ നിന്നും പരിശീലനം ലഭിച്ച 8 മത്സ്യത്തൊഴിലാളി യുവാക്കളെ കടൽ രക്ഷാസേന അംഗങ്ങളായി രക്ഷാപ്രവർത്തനത്തിന് ജില്ലയിൽ നിയോഗിക്കുന്നുണ്ട്. ഫിഷറീസ് സ്റ്റേഷൻ വാടകയ്ക്കെടുക്കുന്ന ബോട്ടുകൾ അഴീക്കോട്, ചേറ്റുവ എന്നിവിടങ്ങളിൽ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുക. ട്രോളിംഗ് നിരോധനമുള്ള സമയത്ത് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യബന്ധനം നടത്തുന്നതിന് തടസ്സമുണ്ടാകില്ല. അയൽ സംസ്ഥാന ബോട്ടുകൾ ട്രോളിംഗ് നിരോധനം നിലവിൽ വരുന്നതിന് മുൻപ് കേരള തീരം വിട്ടുപോകാനും ഹാർബറുകളിലും ലാൻഡിംഗ് സെന്ററുകളിലും പ്രവർത്തിക്കുന്ന സ്വകാര്യ ഡീസൽ ബങ്കുകൾ പൂട്ടുന്നതിനും നിർദ്ദേശം നൽകും. കടൽ രക്ഷയുടെയും തീരസുരക്ഷയുടെയും ഭാഗമായി എല്ലാ മത്സ്യത്തൊഴിലാളികളും QR കോഡ് ഉള്ള ആധാർ രേഖ കയ്യിൽ കരുതണം. ആവശ്യമായ ജീവൻ രക്ഷാ ഉപകരണങ്ങൾ, ലൈഫ് ബോയ്, ലൈഫ് ജാക്കറ്റ് തുടങ്ങിയവ ഇല്ലാത്ത യാനങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കും. കടലിൽ പോകുന്നവർ യാനത്തിന്റെ രജിസ്ട്രേഷൻ, ലൈസൻസ്, പെർമിറ്റ്, സർട്ടിഫിക്കറ്റ്, ഇൻഷുറൻസ് രേഖ എന്നിവയും കരുതണം. ചെറുമീനുകൾ, ചൂട, കൊഴുവ വല ഉപയോഗിച്ച് മത്തി, അയല, മറ്റുമീൻ എന്നിവയെ പിടിക്കരുത്. ചെറുമീൻ പിടിച്ചാൽ യാനം പിടിച്ചെടുത്ത് ലൈസൻസ് റദ്ദാക്കുകയും പിഴ ഈടാക്കുകയും ചെയ്യും. ചെറുമീൻ ഹാർബർ ലാൻഡിംഗ് സെന്റർ എന്നിവിടങ്ങളിൽ നിന്നും കയറ്റിക്കൊണ്ടുപോകുന്ന വാഹനങ്ങൾക്കും ഇത്തവണ പിടിവീഴും. കളർ കോഡിംഗ് പൂർത്തിയാകാത്ത മത്സ്യബന്ധന യാനങ്ങൾ കളർ കോഡിംഗ് പൂർത്തിയാക്കണം. ട്രോളിംഗ് നിരോധന സമയത്ത് ഇതര സംസ്ഥാന ബോട്ടുകൾ, വഞ്ചികൾ, വള്ളങ്ങൾ എന്നിവ ജില്ലയുടെ തീരത്ത് മീൻ പിടിക്കാനോ മീൻ ഇറക്കാനോ പാടില്ല. ട്രോളിംഗ് നിരോധന കാലയളവിൽ രാസവസ്തുക്കൾ കലർന്നതോ പഴകിയതോ ആയ മത്സ്യം വരുന്നത് തടയാൻ ഫുഡ് സേഫ്റ്റി വകുപ്പിന്റെ കർശന പരിശോധന നടത്തും. മറൈൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസ് വിങ്ങിന്റെ പ്രവർത്തനത്തിന് കൂടുതൽ പോലീസിന്റെ സേവനം ആവശ്യപ്പെട്ടുകൊണ്ട് തൃശൂർ സിറ്റി, റൂറൽ ജില്ലാ പോലീസ് മേധാവികൾക്ക് ഫിഷറീസ് വകുപ്പ് കത്ത് നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. 123 വർഷത്തെ ചരിത്ര ശേഷിപ്പ് ഓർമ്മയാകുന്നു. ചെറുതുരുത്തി, ഷൊർണൂർ പ്രദേശങ്ങളെ ബന്ധിപ്പിച്ച് നീളാനദിക്ക് കുറുകെ നിർമ്മിച്ച ആദ്യത്തെ പാലമായ പഴയ കൊച്ചിപ്പാലം പൊളിച്ചു നീക്കുന്നതിന് സർക്കാർ ഉത്തരവായി. കേരളപ്പിറവിക്ക് മുൻപ് പഴയ മദിരാശി മലബാറിനെയും തിരുവിതാംകൂർ കൊച്ചിയെയും ഏകോപിപ്പിച്ചാണ് പാലം നിർമ്മിച്ചത്. ഷൊർണൂരിലൂടെ കടന്നുപോകുന്ന ട്രെയിൻ ഗതാഗതം തിരുവിതാംകൂറിലേക്ക് എത്തിക്കണമെന്ന അന്നത്തെ കൊച്ചി മഹാരാജാവ് രാമവർമ്മ തമ്പുരാന്റെ ദൃഢനിശ്ചയത്തിന്റെ ഫലമാണ് കൊച്ചിപ്പാലം. മലബാർ ഭരിച്ചിരുന്ന ബ്രിട്ടീഷ് ഗവൺമെന്റ് തീവണ്ടി ഗതാഗതത്തിന് വേണ്ട ചെലവ് വഹിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ
രാജകുടുംബത്തിലെ പലരുടെയും എതിർപ്പിനെ അവഗണിച്ചുകൊണ്ട് തൃപ്പൂണിത്തുറ ശ്രീ പൂർണ്ണത്രയേശ്യ ക്ഷേത്രത്തിലെ സ്വർണത്തിൽ തീർത്ത 14 നെറ്റിപ്പട്ടങ്ങളും പൊതുഖജനാവിലെ പണവുമായി 84 ലക്ഷം രൂപ ചെലവാക്കി നിർമ്മിച്ചതാണ് ഈ പാലം എന്നാണ് ചരിത്രം. 1902 ജൂൺ 2-ന് ആദ്യത്തെ ചരക്ക് ട്രെയിനും ജൂലൈ 16-ന് ആദ്യത്തെ യാത്രാവണ്ടിയും മലബാറിൽ നിന്ന് തിരുവിതാംകൂറിലേക്ക് പഴയ കൊച്ചി പാലത്തിലൂടെയാണ് സർവീസ് നടത്തിയത്. ഇതേ പാലത്തിലൂടെയാണ് ആദ്യകാലത്ത് മോട്ടോർ വാഹനങ്ങളും കടന്നുപോയിരുന്നത്. തീർച്ചയായിട്ടും ഞങ്ങളെ സംബന്ധിച്ച് ഷൊർണൂർക്കാരെ സംബന്ധിച്ചിടത്തോളം ഷൊർണൂരിൻ്റെ ഒരു മുഖം തന്നെയായിരുന്നു കൊച്ചിപ്പാലം എന്ന് പറയുന്നത്. കാരണം മലബാറിനെയും അതുപോലെ തന്നെ തിരുക്കൊച്ചിയെയും വേർതിരിക്കുന്ന ഒരു പുഴയും അതിലൊരു പാലവും എന്നുള്ളത് ഞങ്ങളുടെയൊക്കെ ചെറുപ്പം മുതൽ ഉള്ള ഒരു കാഴ്ചയും അതുപോലെ തന്നെ ചരിത്ര പ്രാധാന്യം അറിയിക്കുന്ന ഒരു സംഭവമായിരുന്നു. എന്നാൽ അടുത്ത കാലത്തായി ഒരു 92 വർഷം പാലം നിർമ്മിച്ച് 92 വർഷം കഴിഞ്ഞപ്പോഴാണ് അതിന് ചെറിയൊരു ഡാമേജ് ഉണ്ടായത്. പിന്നീട് പുതിയ പാലത്തിന്റെ പ്രവർത്തനം ആരംഭിച്ചപ്പോൾ പൂർണ്ണമായിട്ടും നിലവിലുള്ള കൊച്ചിൻ പാലം ഒഴിവാക്കപ്പെടേണ്ട സ്ഥിതി വന്നു. എന്നാലും അത് അങ്ങനെ ഒഴിവാക്കപ്പെടേണ്ടതായിരുന്നില്ല എന്നുള്ളതാണ് ഷൊർണൂർക്കാരായ ഞങ്ങളുടെയൊക്കെ മനസ്സിലുള്ളത്. അത് ഒരു നൂറ്റാണ്ട് പിന്നിട്ട പാലം എന്നുള്ള നിലയ്ക്ക് പുരാവസ്തു വകുപ്പിനെ കൊണ്ട് ഏറ്റെടുപ്പിച്ച് അതിനെ സംരക്ഷിച്ച് നിലനിർത്തേണ്ടതായിരുന്നു എന്നുള്ള അഭിപ്രായമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത്. അറ്റകുറ്റപ്പണികളുടെ അപര്യാപ്തത മൂലം ഈ നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ പാലത്തിന് ബലക്ഷയം വന്നതിനെ തുടർന്ന് അടച്ചിടുകയും തൊട്ടടുത്ത് പുതിയ പാലം 2003 ജനുവരി 25-ന് തുറക്കുകയും ചെയ്തു. പഴയ കൊച്ചി പാലത്തിൻ്റെ 2 സ്പാനുകൾ 2011 നവംബർ 9-ന് നിലം പൊത്തി. പഴയ കൊച്ചിപ്പാലം സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് നിരവധി സാമൂഹിക പ്രവർത്തകർ മുന്നോട്ട് വന്നെങ്കിലും ഫലമുണ്ടായില്ല. നിളയുടെ നീരൊഴുക്കിനെ തഴുകുന്ന ചരിത്ര സ്മാരകം ഓർമ്മയാവുകയാണ്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. തൃശ്ശൂരിൽ നടക്കുന്ന എൻ്റെ കേരളം പ്രദർശന വിപണന മേളയിൽ സംസ്ഥാന കായിക വകുപ്പിന്റെ കായിക കേരളം ഗെയിം സെന്റർ ശ്രദ്ധേയമാകുന്നു. മൈതാനവും ട്രാക്കും ചേർന്ന ഡിസൈനിൽ ഒരുക്കിയ സെന്ററിൽ വിവിധ ഗെയിമുകൾ സന്ദർശകർക്കായി ഒരുക്കിയിട്ടുണ്ട്. അമ്പെയ്ത്ത്, ഫുട്ബോൾ ഷൂട്ടിംഗ്, സ്കിപ്പിംഗ് റോൾ, പുഷപ്പ്, ബാലൻസിംഗ് ടെസ്റ്റ്, ഹോക്കി ഷൂട്ടിംഗ് ടെസ്റ്റ്, സ്കിപ്പിംഗ് റോപ്പ് തുടങ്ങിയ മത്സരങ്ങളാണ് ചലഞ്ച് സോൺ സെന്ററിൽ ലൈവായി നടത്തുന്നത്. ഫൺ ഗെയിം വിഭാഗത്തിൽ സ്വിസ് ബോൾ എക്സസൈസ്, ബാലൻസിംഗ്, ബീം വാക്ക് എന്നിവയും തയ്യാറാക്കിയിട്ടുണ്ട്. ആരോഗ്യ ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായി ഉയരവും ഭാരവും അളക്കുന്ന BMI, വേസ്റ്റ് ടു ഹിപ്പ് റേഷ്യോ, വേസ്റ്റ് ടു ഹൈറ്റ് റേഷ്യോ, വെയ്റ്റ് ഡംബൽ, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഉപയോഗിച്ചുള്ള സേവനങ്ങൾ എന്നിവ കായിക കേരളം സ്റ്റാളിൽ സൗജന്യമായി ലഭ്യമാണ്. കായിക മേഖലയോട് ആളുകൾക്ക് താൽപ്പര്യം വളർത്തുക, ആരോഗ്യമുള്ള ഒരു സമൂഹമാക്കി മാറ്റുക തുടങ്ങിയ കാര്യങ്ങളാണ് കായിക കേരളം സ്റ്റാൾ ലക്ഷ്യമിടുന്നത്. ഗെയിമുകളിൽ വിജയികളാവുന്നവർക്ക് ആകർഷകമായ സമ്മാനങ്ങളും സ്റ്റാൾ വഴി നൽകുന്നുണ്ട്. കുട്ടികൾ മുതൽ വയോധികർ വരെ ഏറെ ആവേശത്തോടെയാണ് കായിക കേരളം സ്റ്റാളിലെ ഗെയിമുകളിൽ പങ്കെടുക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വിദേശികളായ ഓമന പക്ഷി മൃഗാദികളെ കാണാൻ ഇനി വിദേശത്ത് പോകണ്ട. ഈ മാസം 24 വരെ തൃശ്ശൂരിൽ നടക്കുന്ന എൻ്റെ കേരളം പ്രദർശന വിപണന മേളയിൽ എത്തിയാൽ മതി. മൃഗസംരക്ഷണ വകുപ്പിൻ്റെ പവലിയനിൽ മർമോസെറ്റ് കുഞ്ഞു കുരങ്ങന്മാർ മുതൽ സ്വർണ്ണ നിറമുള്ള ബോൾ പൈത്തൻ ഉൾപ്പെടെ 20ഓളം പക്ഷിമൃഗാദികൾ ഉണ്ട്. മർമോസെറ്റ് കുഞ്ഞു കുരങ്ങന്മാർ, ഓന്തുവർഗത്തിലെ മനോഹരമായ ഇഗ്വാനകൾ, ടെഗുസ്, മെക്കാവു, കൊക്കറ്റു, ആഫ്രിക്കൻ പാരറ്റ് തുടങ്ങിയ വർണ്ണത്തത്തകൾ, അഴകേറിയ സൺ കോനൂറുകൾ, ലോറി കിറ്റുകൾ, സ്വർണ്ണ നിറമുള്ള ബോൾ പൈത്തൻ തുടങ്ങിയ വിദേശ അരുമകളെയാണ് പവലിയനിൽ എത്തിച്ചിട്ടുള്ളത്. പവലിയൻ സന്ദർശിച്ച കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഇവയെ അത്ഭുതത്തോടെയാണ് നോക്കിക്കാണുന്നത്. പ്രദർശനത്തിനെത്തുന്നവർക്ക് പക്ഷിമൃഗാദികളെ അടുത്തറിയാനും ഫോട്ടോ എടുക്കാനും അവസരമൊരുക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തൃശൂർ.
തൃശൂരിൽ തുടരുന്ന എൻ്റെ കേരളം പ്രദർശന വിപണനമേളയുടെ ഭാഗമായി സ്കൂൾ ഓഫ് ഡ്രാമയിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച തമാശ നാടകം ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തിൻ്റെ പൊള്ളുന്ന യാഥാർത്ഥ്യങ്ങളെ തുറന്നുകാട്ടി. ചെറുകഥകളിലൂടെ ശ്രദ്ധേയനായ സാരദ് ഹാസൻ മൻതോയുടെ 6 ചെറുകഥകളാണ് തമാശ നാടകത്തിലൂടെ അവതരിപ്പിച്ചത്. ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തിൻ്റെ അനന്തരഫലങ്ങൾ തീക്ഷ്ണമായി അവതരിപ്പിക്കുകയാണ് നാടകം. ചണ്ഡീഗഡ് സ്വദേശിയായ നാടക പ്രവർത്തകൻ നീലം മാൻസിംഗ് ചൗധരി സംവിധാനം ചെയ്ത ആദ്യ മലയാളം നാടകമാണ് തമാശ. ഇന്ത്യ പാകിസ്ഥാൻ വിഭജന ചരിത്രങ്ങളിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ജീവിതങ്ങളുടെ നേർചിത്രമായി നാടകം. അധിനിവേശവും വിഭജനങ്ങളും സാധാരണ ജനങ്ങളിലും കുട്ടികളിലും ഉണ്ടാക്കുന്ന ദുരനുഭവങ്ങളെ അത് തുറന്നുകാട്ടി. സ്കൂൾ ഓഫ് ഡ്രാമയിലെ പൂർവ്വ വിദ്യാർത്ഥികളായ ശരത് സതീഷ്, കല്ലു കല്യാണി, ഗായത്രി പ്രഭ ബാബു, ഷിബിൽ പ്രഭാത് തുടങ്ങിയവർ അരങ്ങിലെത്തിയപ്പോൾ സുബിൻ കെ പ്രകാശക്രമീകരണം നടത്തി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. തൃശൂർ അക്കിക്കാവിൽ നിയന്ത്രണം വിട്ട ഗ്യാസ് വിതരണ വാഹനം ഇടിച്ച് സൈക്കിൾ യാത്രക്കാരനായ 10ാം ക്ലാസ് വിദ്യാർത്ഥി മരിച്ചു. കൊരട്ടിക്കര കൊച്ചുപറമ്പിൽ മെഹബൂബിൻ്റെ മകൻ ഫൗസിയാണ് മരിച്ചത്. വടക്കാഞ്ചേരി പത്താഴക്കുണ്ട് ഡാമിൽ മീൻ പിടിക്കാൻ പോയ 55-കാരനെ മരിച്ച നിലയിൽ കണ്ടെത്തി. നായരങ്ങാടി സ്വദേശിയായ വേണുഗോപാലിൻ്റെ മൃതദേഹമാണ് ഡാമിൽ നിന്ന് കണ്ടെത്തിയത്. വടക്കാഞ്ചേരി ഫയർഫോഴ്സ് നടത്തിയ തിരച്ചിലിലാണ് മൃതദേഹം കണ്ടെടുത്തത്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് നായരങ്ങാടി കടുങ്ങരിയിൽ വീട്ടിൽ വേണുഗോപാൽ കൂട്ടുകാരുമൊത്ത് മീൻ പിടിക്കാനായി പത്താഴക്കുണ്ട് ഡാമിലെത്തിയത്. മീൻ പിടിക്കാൻ പോയ സംഘം മദ്യലഹരിയിലായിരുന്നതായി പറയപ്പെടുന്നു. വേണുഗോപാലിനെ കാണാതായതിനെ തുടർന്ന് വടക്കാഞ്ചേരി പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് രാത്രി മുതൽ തിരച്ചിൽ ആരംഭിച്ചിരുന്നു. വ്യാഴാഴ്ച രാവിലെ വടക്കാഞ്ചേരി ഫയർഫോഴ്സ് ഡിങ്കി ഉപയോഗിച്ച് നടത്തിയ തിരച്ചിലിലാണ് വേണുഗോപാലിൻ്റെ മൃതദേഹം ഡാമിൽ നിന്ന് കണ്ടെത്തിയത്. സംഭവത്തിൽ വടക്കാഞ്ചേരി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഇന്ത്യയെ സമ്പൂർണ്ണമായ ജനാധിപത്യ രാഷ്ട്രമാക്കാനുള്ള ആശയം അട്ടിമറിച്ചത് കോൺഗ്രസ് പാർട്ടിയാണെന്ന് ജനതാദൾ എസ് സംസ്ഥാന പ്രസിഡന്റ് മാത്യു ടി തോമസ് MLA. ജനതാദൾ എസ് സംസ്ഥാന സമ്മേളനം ഒറ്റപ്പാലത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സമ്പൂർണ്ണമായ ജനാധിപത്യ രാഷ്ട്രമാക്കാനുള്ള ആശയമാണ് മുന്നോട്ട് വച്ചത്. എന്നാൽ കോൺഗ്രസ് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ ആശയത്തിൽ ആദ്യം വെള്ളം ചേർത്തു. ഇപ്പോൾ അതിൻ്റെ പിന്തുടർച്ചാവകാശികളായി BJP തുടർന്നുകൊണ്ടിരിക്കുകയാണ്. സമ്പൂർണ്ണമായ ജനാധിപത്യ രാഷ്ട്രമാകാനുള്ള ആശയം അട്ടിമറിച്ചതിൽ കോൺഗ്രസിനും BJPക്കും പങ്കുണ്ട്. ലക്ഷ്യം മറന്നുകൊണ്ട് സംഘടനയും സ്ഥാപിത താൽപ്പര്യങ്ങളെയും സംഘടനകളെയും ശക്തിപ്പെടുത്താനുള്ള പരിശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കേരളത്തിലേക്ക് വരാതിരിക്കാനുള്ള ജാഗ്രത നമ്മൾ പുലർത്തണം. അവിടെയാണ് യുവജന പ്രസ്ഥാനങ്ങളുടെ പ്രസക്തി ഏറുന്നത്. തിരുത്തേണ്ടത് തിരുത്താനുള്ള ആർജവം യുവജന സംഘടനകൾ പ്രകടിപ്പിച്ചില്ലെങ്കിൽ നാളത്തെ ഭാരതം വലിയ അപകടത്തിലേക്ക് പോകുമെന്ന ധാരണ ഉണ്ടാകണമെന്നും മാത്യു ടി തോമസ് പറഞ്ഞു. ആത്യന്തികമായി ഒരു ജനതയും ഒരു നാടിനെയും തകർക്കുമെന്ന കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട. അത് മതേതരത്വത്തിന്റെ കാര്യത്തിലും അത് തന്നെയാണ്. സ്വാതന്ത്ര്യ സമ്പാദന കാലത്ത് മഹാത്മാഗാന്ധി സമരകാലഘട്ടത്തിലും സമ്പാദിച്ചതിന് ശേഷവും ഗാന്ധി നൽകിയ സന്ദേശം ഇന്ത്യയിൽ ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും ഒരമ്മ പെറ്റ മക്കളെ പോലെ കഴിയുന്ന സാഹചര്യം ഉണ്ടാകണം. അതിനാവശ്യമായ തരത്തിൽ ആലോചനകൾ ഉണ്ടാവുകയും ജനങ്ങൾ ആ മഹത്തായ ആദർശത്തെ സ്വീകരിക്കുകയും ചെയ്തതുകൊണ്ടാണ് ഭരണഘടന രൂപപ്പെട്ടപ്പോൾ അതിൽ പ്രധാനപ്പെട്ട കാര്യമായി മതന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ എഴുതി ചേർക്കപ്പെട്ടത്. പക്ഷെ കോൺഗ്രസ് ഭരിക്കുമ്പോൾ തന്നെ താൽക്കാലികമായ രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി മതേതരത്വത്തെ പരിഗണിക്കുന്ന നടപടികളുണ്ടായി, നിലപാടുകളുണ്ടായി. വീണ്ടും അധികാരത്തിൽ വരാൻ വേണ്ടി ബാബറി മസ്ജിദ് അടക്കം അത് രാമജന്മഭൂമി തുറന്നുകൊടുത്ത രാജീവ് ഗാന്ധിയാണ്. ബാബറി മസ്ജിദ് പൊളിക്കാൻ സാഹചര്യമൊരുക്കിയ നരസിംഹറാവുവിൻ്റെ കാലത്താണ് അടക്കം. അപ്പോൾ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ രൂപപ്പെട്ട് സ്വാതന്ത്ര്യ സമ്പാദനത്തിന് ശേഷം ഭരണഘടന എഴുതി വെച്ച ഉദാത്തമായ മൂല്യങ്ങൾ ബലികഴിക്കപ്പെടുന്നു. എന്തിനു വേണ്ടി?
വ്യതിചലിച്ച നയങ്ങൾ രാജ്യത്ത് നടപ്പാക്കുന്നതിൽ ചില പ്രയോജനങ്ങൾ ഭരണനിർവഹണം നടത്തുന്ന ആളുകൾക്കുണ്ടായി എന്നുള്ളതുകൊണ്ടാണ്. യുവജനതാദൾ എസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടി മഹേഷ് അധ്യക്ഷത വഹിച്ചു. മന്ത്രി കെ കൃഷ്ണൻകുട്ടി, സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ സാബു ജോർജ്, കെ ദിവാകരൻ, അഡ്വക്കേറ്റ് വി മുരുകദാസ്, പാലക്കാട് ജില്ലാ പ്രസിഡന്റ് കെ ആർ ഗോപിനാഥ്, യുവജനതാദൾ എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ പി നൌഫൽ, വിപിൻ ചന്ദ്രൻ, ഷാനവാസ് മുളവുകാട്, സംസ്ഥാന ട്രഷറർ രതീഷ് ജി പാപ്പനംകോട്, പാലക്കാട് ജില്ലാ പ്രസിഡന്റ് വിജീഷ് കണ്ണിക്കണ്ടത്ത്, നിയോജകമണ്ഡലം പ്രസിഡന്റ് സി വി രമേശ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. CPI ചേലക്കര മണ്ഡലം സമ്മേളനവും ജന്മശതാബ്ദി ആഘോഷവും റെഡ് വളണ്ടിയർ മാർച്ചും പൊതുസമ്മേളനവും മെയ് 23, 24, 25 തീയതികളിൽ കിള്ളിമംഗലത്തും തിരുവില്ലാമലയുമായി നടക്കുമെന്ന് ചേലക്കരയിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു. സമ്മേളനം സംസ്ഥാന സെക്രട്ടറി KP രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. പൊതുസമ്മേളനം വെള്ളിയാഴ്ച വൈകിട്ട് 4 മണിക്ക് കിള്ളിമംഗലം സ്കൂളിൽ പി നാരായണൻ നായർ നഗറിൽ നടക്കും. 9 പഞ്ചായത്തിൽ നിന്നുള്ള CPI അംഗങ്ങൾ ചടങ്ങിൽ പങ്കെടുക്കും. സമ്മേളനം KP രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. കെ രാധാകൃഷ്ണൻ MP, മന്ത്രി കെ രാജൻ, PP സുനീർ MP, അജിത് കൊളാടി, KK വത്സരാജ് തുടങ്ങി നിരവധി നേതാക്കൾ ചടങ്ങിൽ പങ്കെടുക്കും. ശനി ഞായർ ദിവസങ്ങളിൽ നടക്കുന്ന പ്രതിനിധി സമ്മേളനം തിരുവില്ലാമലയിലെ വ്യാപാരി ഭവനിലെ രമ്യ രാമു നഗറിൽ നടക്കും. VK സുരേഷ് ബാബു പ്രഭാഷണം നടത്തും. കൂടാതെ പ്രമുഖ നേതാക്കളും ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് CPI ചേലക്കര മണ്ഡലം സെക്രട്ടറി ശ്രീകുമാരൻ, CPI ചേലക്കര മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി TP സുനിൽ, തൃശൂർ ജില്ലാ കൗൺസിൽ അംഗം അരുൺ കാളിയത്ത്, ചേലക്കര മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം KR സത്യൻ എന്നിവർ പറഞ്ഞു. ഞങ്ങളുടെ ചേലക്കര മണ്ഡലത്തിലെ ബ്രാഞ്ച് സമ്മേളനങ്ങൾ എല്ലാം കഴിഞ്ഞു. ലോക്കൽ കമ്മിറ്റിയുടെ എല്ലാ സമ്മേളനങ്ങളും കഴിഞ്ഞു. അതിനുശേഷം ഇപ്പോൾ ഞങ്ങളുടെ മണ്ഡല സമ്മേളനം 23, 24, 25 തീയതികളിലായി 2 സ്ഥലത്ത് വെച്ചാണ് നടക്കുന്നത്. ഒന്ന്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ചതിൻ്റെ 100-ാം വർഷം ഇന്ത്യയിലെമ്പാടും ആചരിക്കുക. 1925 ഡിസംബർ മാസം 26-ാം തീയതി കാൺപൂരിൽ വെച്ചാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കുന്നത്. ആ രൂപീകരിച്ചതിൻ്റെ ജന്മശതാബ്ദി വാർഷികാഘോഷം ഈ സമ്മേളനത്തിൻ്റെ ഭാഗമായി കിള്ളിമംഗലത്ത് വെച്ച് നാളെ അഥവാ 23-ാം തീയതി വമ്പിച്ച റെഡ് വളണ്ടിയർ മാർച്ചും പൊതുസമ്മേളനത്തോടു കൂടി നടത്തുകയാണ്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പാലക്കാട്ട് ആധുനിക രീതിയിൽ നവീകരിച്ച ശിക്ഷക് സദന്റെ ഉദ്ഘാടനം മെയ് 23-ന് നടക്കും. 1962-ൽ അധ്യാപക ക്ഷേമ ഫൗണ്ടേഷന്റെ കീഴിൽ സ്ഥാപിച്ച ശിക്ഷക് സദൻ കേരളത്തിൽ മികച്ച രീതിയിലാണ് പ്രവർത്തിക്കുന്നതെന്ന് അസിസ്റ്റന്റ് സെക്രട്ടറി R സുനിൽകുമാർ പാലക്കാട്ട് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 2 പേർക്ക് താമസിക്കാൻ കഴിയുന്ന 15 AC റൂമുകൾ ഉൾപ്പെടെ 24 റൂമുകളാണ് നവീകരിച്ച കെട്ടിടത്തിലുള്ളത്. 8 കട്ടിലുള്ള 2 ഡോർമെറ്ററികളും 70 പേർക്ക് ഇരിക്കാൻ കഴിയുന്ന AC ഹാളും 15 പേർക്ക് യോഗം ചേരാൻ കഴിയുന്ന എക്സിക്യൂട്ടീവ് ഹാളും പുനർനിർമ്മിച്ചുകൊണ്ടാണ് പാലക്കാട് ശിക്ഷക് സദൻ നവീകരിച്ചത്. 1.5 കോടിയിലധികം ചെലവഴിച്ചു. അധ്യാപക ദിന സ്റ്റാമ്പുകൾ, അധ്യാപകർ, പ്രധാന അധ്യാപകർ എന്നിവർക്ക് വേണ്ട കൂപ്പൺ പ്രിന്റിംഗ് എന്നിവയിലൂടെയാണ് ഫൗണ്ടേഷനു വേണ്ട മൂലധനം കണ്ടെത്തുന്നത്. രാജ്യത്ത് ശിക്ഷക് സദനു കീഴിൽ ഹെറിറ്റേജ് പ്രവർത്തിക്കുന്നത് കേരളത്തിലാണ്. തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ഹെറിറ്റേജിൽ ആലംബഹീനരായ 45 അധ്യാപകർ താമസിക്കുന്നുണ്ട്. അധ്യാപകർക്ക് പുറമെ സ്വകാര്യ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും ശിക്ഷക് സദനിലെ സേവനങ്ങൾ ഉപയോഗിക്കാമെന്നും R സുനിൽ പറഞ്ഞു. 10 ലക്ഷം രൂപ സിവിൽ വർക്കുകളും ഏകദേശം 45 ലക്ഷം രൂപ ഇലക്ട്രിക് വർക്കും ചെയ്തിട്ടാണ് നമ്മൾ ഈ ശിക്ഷക് സദനം പരിഹരിച്ചത്. 24 മുറികളാണ് നമ്മൾ ഡബിൾ റൂമുകളാണ്. 24 മുറികളുടെ അതിൽ 15 മുറികൾ AC സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. 2 ഡോർമെറ്ററി ഉണ്ട്. പിന്നെ 70 പേർക്ക് ഇരിക്കാവുന്ന ഒരു AC ആയിട്ടുള്ള ശീതീകരണ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുള്ള മിനി ഹാള്, ഡൈനിങ് ഹാൾ ഉൾപ്പെടെയാണ് അത്. 10-25 പേർക്ക് ഭക്ഷണം കഴിക്കാനുള്ള സംവിധാനം ആ മിനി ഹാളിലൂടെ ഏർപ്പെടുത്തി. DDE P സുനിജ, കൺവീനർ ഇന്ദു M, മാനേജർ KC അശോകൻ, K അജില എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. അകത്തേത്തറ നടക്കാവ് റെയിൽവേ മേൽപ്പാലം എത്രയും വേഗം പൂർത്തിയാക്കുമെന്ന് VK ശ്രീകണ്ഠൻ MP. ഇത് സംബന്ധിച്ച് റെയിൽവേയുടെ ഭാഗത്തുനിന്ന് പ്രവർത്തനങ്ങൾ വേഗതയിലാക്കണമെന്നും പാലത്തിന് ആവശ്യമായ ഗാർഡറുകൾ സ്ഥാപിക്കുമെന്നും DRMുമായുള്ള കൂടിക്കാഴ്ചയിൽ ഉറപ്പു നൽകിയതായും
MP പറഞ്ഞു. കഴിഞ്ഞയാഴ്ച റെയിൽവേ ജനറൽ മാനേജർ വിളിച്ചു ചേർത്ത യോഗത്തിൽ നിർമ്മാണത്തിലെ കാലതാമസം ചൂണ്ടിക്കാട്ടിയപ്പോൾ ഗാർഡറുകൾ സ്ഥാപിച്ച ഉടൻ പാലത്തിന് മുകളിലൂടെയുള്ള റോഡ് നിർമ്മാണവും ഉടൻ പൂർത്തീകരിക്കുമെന്ന് റെയിൽവേ അധികൃതരിൽ നിന്ന് ഉറപ്പ് ലഭിച്ചിരുന്നു. പ്രദേശവാസികളും നാട്ടുകാരും നിർമ്മാണം വൈകുന്നതിലെ ആശങ്ക അറിയിച്ചതിനെ തുടർന്ന് MP നേരിട്ടെത്തുകയും ജനങ്ങളോട് വിശദീകരിക്കുകയും ചെയ്തു. തന്റെ ഇടപെടൽ സജീവമായി ഉണ്ടാകുമെന്നും ഉറപ്പു നൽകി. നടക്കാവ് മേൽപ്പാലം ആക്ഷൻ കൗൺസിൽ കൺവീനർ K. ശിവരാജേഷ്, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് S. കൃഷ്ണകുമാർ, E. അശോക് കുമാർ, P. പ്രീത, MV രാമചന്ദ്രൻ നായർ, TP ഉമ്മൻ, നിതീഷ്, S. ശിവരാമൻ, മുകുന്ദസ്വാമി, മോഹൻദാസ് നടക്കാവ്, സജി കുട്ടൻ, KM സുരേഷ് കുമാർ എന്നിവരും MP-യോടൊപ്പമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തോടിനു കുറുകെ നിർമ്മിക്കുന്ന ഒറ്റപ്പാലം കിഴക്കേ പാലത്തിന്റെ പൈലിംഗ് പ്രവൃത്തികൾക്ക് ശനിയാഴ്ച തുടക്കമാകും. നിർമ്മാണ പ്രവൃത്തികൾ വിലയിരുത്താൻ K. പ്രേംകുമാർ MLA-യുടെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലം സന്ദർശിച്ചു. ഒരു മാസം കൊണ്ട് പൈലിംഗ് പ്രവൃത്തി പൂർത്തിയാക്കുമെന്ന് നിർമ്മാണ ചുമതല വഹിക്കുന്ന സെൽമെക് എഞ്ചിനീയറിംഗ് കൺസ്ട്രക്ഷൻ പ്രതിനിധികൾ അറിയിച്ചു. കാലവർഷം നേരത്തെ വന്നതിനാൽ പാലം നിർമ്മാണത്തിന്റെ ഭാഗമായി തോട്ടിൽ നിക്ഷേപിച്ച മണ്ണും മണലും ഉൾപ്പെടെയുള്ള സാമഗ്രികൾ നീക്കം ചെയ്യാനും MLA ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. പാലത്തിന്റെ നിർമ്മാണം എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കി നാടിന് സമർപ്പിക്കുമെന്ന് MLA അറിയിച്ചു. തൂണുകളുടെ നിർമ്മാണ പ്രവൃത്തിയുടെ പ്രാരംഭ നടപടികൾ കഴിഞ്ഞു. ഇതിനുവേണ്ടി പൈലിംഗ് നടത്തുന്നതിനാവശ്യമായ കോൺക്രീറ്റ് കമ്പികൾ തയ്യാറാക്കുന്ന പണികൾ കഴിഞ്ഞു. പാലത്തിന്റെ പ്രധാന സ്പാൻ വരുന്നത് തോടിന്റെ മധ്യത്തിലാണ്. ഈസ്റ്റ് ഒറ്റപ്പാലം പാലത്തിന് സമീപത്ത് തോടിന് കുറുകെ 5.8 കോടി രൂപ ചെലവിലാണ് നിർമ്മാണം. 3 സ്പാനോടുകൂടി 50 മീറ്റർ നീളമുള്ള പാലത്തിന് നടപ്പാതയടക്കം 9 മീറ്റർ വീതിയുണ്ടാകും. 1.2 മീറ്റർ നടപ്പാതയുമുണ്ടായിരിക്കും. പാലത്തിന്റെ ഇരുവശങ്ങളിലുമായി 125 മീറ്റർ നീളത്തിൽ അപ്രോച്ച് റോഡും നിർമ്മിക്കും. നിലവിലെ പാലത്തിന്റെ വടക്കുഭാഗത്തുള്ള 2 സ്മാരകങ്ങളെയും ബാധിക്കാത്ത വിധത്തിലാണ് പാലം നിർമ്മിക്കാൻ പദ്ധതിയിട്ടിട്ടുള്ളത്. പഴയ പാലവും അറ്റകുറ്റപ്പണി നടത്തി ഗതാഗതത്തിന് തുടർന്നും വിനിയോഗിക്കും. കണിയമ്പുറം പാലം മാതൃകയിൽ ഇരുവശങ്ങളിലേക്കും സഞ്ചരിക്കാവുന്ന വിധത്തിൽ ഓരോ പാലങ്ങൾ ഉപയോഗിക്കാനാണ് ലക്ഷ്യമിട്ടിട്ടുള്ളത്. പാലക്കാട് കുളപ്പള്ളി പാതയിൽ ഇടുങ്ങിയ പാലമാണ് ഈസ്റ്റ് ഒറ്റപ്പാലത്ത് സ്ഥിതി ചെയ്യുന്നത്. ഇതുകാരണം ഇടയ്ക്കിടയ്ക്ക് ഒറ്റപ്പാലം ടൗണിൽ ഗതാഗതക്കുരുക്കും അനുഭവപ്പെടാറുണ്ട്. പാലത്തിന്റെ കാലപ്പഴക്കം പരിഗണിച്ചും ഗതാഗതക്കുരുക്കിനുള്ള ശാശ്വത പരിഹാരമെന്ന നിലയ്ക്കുമാണ് പുതിയ പാലം നിർമ്മിക്കുന്നത്. മെയ് 24 മറ്റന്നാൾ പൈലിംഗ് പ്രവൃത്തി ആരംഭിക്കാൻ പോവുകയാണ്. നമുക്കറിയാം, ഇത്തവണ കാലവർഷം നേരത്തെ എത്തുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. മെയ് അവസാനമാകുന്നതേ ഉള്ളൂ. സ്വാഭാവികമായിട്ടും പാലം പണിയുടെ ഭാഗമായിട്ട് തോടിൽ കുറച്ച് മണ്ണും മണലും എല്ലാം ഉണ്ട്. അത് അടിയന്തരമായി മാറ്റുന്നതിനാവശ്യമായിട്ടുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എയും കരാറെടുത്ത കമ്പനിയുടെ പ്രതിനിധിയും എല്ലാം ഇവിടെയുണ്ട്. അടിയന്തരമായി അത് മാറ്റും. അടിസ്ഥാനപരമായ പ്രശ്നം ഭാരതപ്പുഴയോട് ഏതാണ്ട് അതേ ലെവലിലോ താഴ്ന്ന ലെവലിലോ ആണ് കിഴക്കേ തോട് എന്ന ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ പുഴയിൽ നിന്ന് മണ്ണും മണലുമൊക്കെ മാറ്റിയാലും ശാശ്വതമായി നല്ല മഴ പെയ്ത് ഭാരതപ്പുഴ നിറഞ്ഞു കവിയുന്ന സാഹചര്യം വന്നാൽ സ്വാഭാവികമായും ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളുണ്ട് എന്നത് ഇതിൻ്റെ ഭാഗമായി മനസ്സിലാക്കുകയാണ്. എന്തായാലും പാലം പണിയുടെ ഭാഗമായി വെള്ളത്തിൻ്റെ പ്രകൃതിയാലുള്ള ഒഴുക്ക്, നാച്ചുറൽ ഫ്ലോ തടസ്സപ്പെടുത്താതെ മുന്നോട്ട് പോകാൻ ആവശ്യമായിട്ടുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 1 മാസത്തിനകം പാലത്തിൻ്റെ ഇരു കരകളിലുമുള്ള പൈലിംഗ് പ്രവൃത്തി പൂർത്തീകരിക്കുമെന്നാണ് എഞ്ചിനീയറിംഗ് വിഭാഗവും പ്രവൃത്തി ഏറ്റെടുത്തിട്ടുള്ള കമ്പനിയുടെ പ്രതിനിധികളും ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. പ്രവൃത്തി വിലയിരുത്തുന്നതിനായി K. പ്രേംകുമാർ MLA, ഒറ്റപ്പാലം നഗരസഭ വൈസ് ചെയർമാൻ K. രാജേഷ്, പാലം വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ VC ജോസഫ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു സന്ദർശനം. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഷൊർണൂർ കോഓപ്പറേറ്റീവ് സർവീസ് ബാങ്കിന്റെ നേതൃത്വത്തിൽ പാവപ്പെട്ട സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പഠന സാമഗ്രികൾ നൽകുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മെയ് 28 ഉച്ചയ്ക്ക് 2:30 ഓങ്ങല്ലൂർ ബാങ്ക് ഹാളിൽ വെച്ചാണ് പഠന സാമഗ്രികൾ വിതരണം ചെയ്യുക. കഴിഞ്ഞ വർഷം തുടക്കമിട്ടതാണ് ഈ പദ്ധതി. ഷൊർണൂർ കോഓപ്പറേറ്റീവ് സർവീസ് ബാങ്കിന്റെ പ്രവർത്തന പരിധിയിലെ ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിലും ഷൊർണൂർ മുനിസിപ്പാലിറ്റിയിലുമായി വ്യാപിച്ചു കിടക്കുന്ന 17 UP LP സ്കൂളുകളിലുള്ള 200 വിദ്യാർത്ഥികൾക്കാണ് സൗജന്യ പഠന സാമഗ്രികൾ നൽകുക. സംഘത്തിന്റെ പൊതു നന്മ ഫണ്ട് ഉപയോഗപ്പെടുത്തിയാണ് ഈ സേവന പരിപാടി നടത്തുന്നത്. ബാങ്കിന്റെ കീഴിൽ വിദ്യാഭ്യാസ മേഖലയിൽ ഇടപെട്ടുകൊണ്ട് കുട്ടികളുടെ സമ്പാദ്യശീലത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി വിദ്യാനിധി ലഘു സമ്പാദ്യ പദ്ധതി നടപ്പാക്കിയിട്ടുണ്ട്. 500-ലധികം കുട്ടികൾ ഇതിൽ ചേർന്ന് ആഴ്ചകൾ തോറും നിക്ഷേപം നടത്തുന്നുണ്ട്. ഈ അധ്യയന വർഷം തുടങ്ങുന്നതോടെ മുഴുവൻ വിദ്യാർത്ഥികളെയും ഈ സമ്പാദ്യ പദ്ധതിയിൽ ചേർക്കാൻ ലക്ഷ്യമുണ്ട്. കൂടാതെ ആരോഗ്യമേഖലയിൽ സാന്ത്വന പരിചരണത്തിനായി ഓങ്ങല്ലൂരിലും ഷൊർണൂരിലുമായി അവശത അനുഭവിക്കുന്ന രോഗികൾക്ക് സൗജന്യ ആരോഗ്യ ഉപകരണങ്ങൾ നൽകാനുള്ള കേന്ദ്രങ്ങൾ ഈ വർഷം ആരംഭിക്കാനും ഉദ്ദേശമുണ്ട്. പുരപ്പുറ സോളാർ പാനൽ സ്ഥാപിക്കുന്നതിനുള്ള ലോൺ മേള, പച്ചക്കറി ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനുള്ള കാർഷിക വായ്പാ പദ്ധതി, സംരംഭകർക്ക് വായ്പ നൽകുന്നതിനുള്ള സ്റ്റാർട്ടപ്പ് മീറ്റ് എന്നിവയും നടപ്പിലാക്കും. സംഘത്തിന്റെ കീഴിൽ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനു സമീപത്തുള്ള ഈവനിംഗ് ആൻഡ് സൺഡേ ബ്രാഞ്ച് സ്ഥിതി ചെയ്യുന്ന വിശാലമായ സ്ഥലത്ത് കെട്ടിട സമുച്ചയം നിർമ്മിച്ച് ഷോപ്പിംഗ് കോംപ്ലക്സ്,
ഹോട്ടൽ, ഹോം സ്റ്റേ സൗകര്യങ്ങളടക്കം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ടൂറിസം വികസന പദ്ധതി നടപ്പാക്കാനും ബാങ്ക് ലക്ഷ്യമിടുന്നതായി പ്രസിഡന്റ് പി നാരായണൻ മാസ്റ്റർ, സെക്രട്ടറി സി മനു, ഡയറക്ടർ എൻ സജീന്ദ്രൻ, സ്റ്റാഫ് എൻ കഹാർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഞങ്ങളുടെ ബാങ്ക് കഴിഞ്ഞ വർഷം ആരംഭിച്ച ഒരു പരിപാടിയാണ് പാവപ്പെട്ട കുട്ടികൾക്ക് സൗജന്യ പഠന സാമഗ്രികൾ വിതരണം ചെയ്യുന്നതിനുള്ള പദ്ധതി. അത് ഈ വർഷത്തിൽ തുടരണമെന്ന് ബാങ്കിൻ്റെ ഭരണസമിതി തീരുമാനിച്ചു. കുട്ടികൾക്ക് സ്കൂൾ ബാഗ്, അതുപോലെ തന്നെ നോട്ട് പുസ്തകങ്ങൾ, പെൻസിൽ, പേന മുതലായ പഠന സാമഗ്രികളാണ് നൽകാൻ ഉദ്ദേശിക്കുന്നത്. ബാങ്കിൻ്റെ പ്രവർത്തന പരിധിയിൽ വരുന്ന ഓങ്ങല്ലൂർ പഞ്ചായത്തിലെയും ഷൊർണൂർ മുനിസിപ്പാലിറ്റിയിലെയും 17 പൊതുവിദ്യാലയങ്ങളിലെ LP, UP വിഭാഗം കുട്ടികളെയാണ് ഇതിൻ്റെ ഗുണഭോക്താക്കളായി തിരഞ്ഞെടുത്തത്. 200 വിദ്യാർത്ഥികൾക്കാണ് ഈ വർഷം ഈ പഠന സാമഗ്രികൾ നൽകുന്നത്. ഈ ചടങ്ങ് നടക്കുന്നത് 2025 മെയ് മാസം, ഈ മാസം 28-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം 2:30 ഓങ്ങല്ലൂരിലെ ബാങ്ക് ഹാളിൽ വെച്ചാണ്. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ്റെയും തൃശൂർ ജില്ലാ ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫി നാച്ചുറൽ ക്ലബിൻ്റെയും സംയുക്താഭിമുഖ്യത്തിൽ സംസ്ഥാന തലത്തിൽ നടത്തിയ തൃശൂർ പൂരം ഫോട്ടോഗ്രാഫി മത്സരത്തിൽ വിജയിച്ചവർക്കുള്ള അവാർഡ് ദാന ചടങ്ങ് തൃശൂരിൽ നടന്നു. AKPA സംസ്ഥാന പ്രസിഡന്റ് KC ജോൺസൺ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ജില്ലാ പ്രസിഡന്റ് അനിൽ തുമ്പയിൽ അധ്യക്ഷത വഹിച്ചു. ഫോട്ടോഗ്രാഫിയിൽ 1ാം സ്ഥാനം ലഭിച്ച അജി ഗ്രേസ്, 2ാം സ്ഥാനം ലഭിച്ച സുനിൽ പുണർഗ, 3ാം സ്ഥാനം ലഭിച്ച P പ്രേംകുമാർ ആലുവ, പ്രോത്സാഹനങ്ങൾ ലഭിച്ച സുരേഷ് കീഴ്ത്താണി തൃശൂർ, വിപിൻ ബാലകൃഷ്ണൻ മലപ്പുറം, രജീഷ് രാജ് തൃശൂർ എന്നിവർക്ക് സിനിമാ താരം ജയരാജ് വാര്യരും പൂരം എക്സിബിഷൻ പ്രസിഡന്റ് K രവീന്ദ്രനാഥ്, എക്സിബിഷൻ സെക്രട്ടറി M രവികുമാർ എന്നിവർ ചേർന്ന് മൊമെൻ്റയും ക്യാഷ് പ്രൈസും സർട്ടിഫിക്കറ്റുകളും നൽകി. ജില്ലാ സെക്രട്ടറി ലിജോ ജോസഫ്, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ സജീവ് വസതിനി, PV ശിവാനന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു. ഫോട്ടോഗ്രാഫി എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു മേഖലയാണ്. നമ്മുടെ ഓരോ ദിവസത്തെയും ഓരോ പ്രായത്തെയും ഓരോ വർഷത്തെയും അടയാളപ്പെടുത്തുന്ന ഫോട്ടോഗ്രാഫിയാണ്. മലയാളത്തിലെ പ്രശസ്തനായ ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന മഹാനടൻ മോഹൻലാലിനോട് ഒരിക്കൽ ചോദിച്ചു, താങ്കൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്റ്റിൽ ഫോട്ടോ ഏതാണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഫോട്ടോഗ്രാഫേഴ്സിനെയും തൃശ്ശൂക്കാരെയും പൂരപ്രേമികളൊക്കെ ആഹ്ലാദിപ്പിക്കുന്ന ഒരു പേരാണ്. മോഹൻലാൽ എന്ന ആ മഹാനായ നടനെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്റ്റിൽ ഫോട്ടോ തെക്കേ ഗോപുരനടയിലുള്ള കുടമാറ്റമാണ്. ഫോട്ടോ പ്രദർശനത്തിന്റെ ഉദ്ഘാടനം സംസ്ഥാന ഫോട്ടോ ക്ലബ്ബ് കോർഡിനേറ്റർ മുദ്ര ഗോപി നിർവഹിച്ചു. തൃശൂർ ജില്ലാ ക്ലബ്ബ് കോർഡിനേറ്റർ KV ദേവദാസൻ സ്വാഗതവും സബ് കോർഡിനേറ്റർ രമേശ് അനന്യ നന്ദിയും പറഞ്ഞു. നിരവധി ആളുകൾ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഷൊർണൂർ കുടുംബിനി സൂപ്പർ മാർക്കറ്റിന്റെ 10ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ഷൊർണൂരിൽ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. 100ഓളം പേർ ക്യാമ്പിൽ പങ്കെടുത്തു. ഷൊർണൂർ കുടുംബിനി സൂപ്പർ മാർക്കറ്റിന്റെ 10ാം വാർഷികത്തോടനുബന്ധിച്ചാണ് വ്യാഴാഴ്ച കുടുംബിനി സൂപ്പർ മാർക്കറ്റിൽ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചത്. പട്ടാമ്പിയിലെ അൽഷഹമ കണ്ണാശുപത്രിയുമായി സഹകരിച്ചാണ് ക്യാമ്പ് നടത്തിയത്. ആശുപത്രിയിലെ വിദഗ്ധരായവരുടെ നേതൃത്വത്തിൽ നേത്ര പരിശോധന നടത്തി. രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 മണിവരെയായിരുന്നു ക്യാമ്പ്. വിദഗ്ധമായ പരിശോധനയ്ക്ക് ആവശ്യമായവരെ ആശുപത്രിയിലേക്ക് മാറ്റും. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മങ്കര കണ്ണംപരിയാരം ഞാറക്കോട് ഭഗവതി ക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹ യജ്ഞം തുടരുന്നു. സപ്താഹത്തോടനുബന്ധിച്ച് ആർട്ട് ഓഫ് ലിവിംഗ് കുടുംബാംഗങ്ങൾ അവതരിപ്പിച്ച ഭക്തിഗാനസുധ ശ്രദ്ധേയമായി. 1.5 മണിക്കൂർ നീണ്ടുനിന്ന പരിപാടിയിൽ നിരവധി ഭക്തർ പങ്കെടുത്തു. ക്ഷേത്രം മാനേജർ കൂടിയായ കൃഷ്ണദാസിന്റെ നേതൃത്വത്തിൽ നടന്ന ഭക്തിഗാനസുധയിൽ രാജേഷ് മാരായമംഗലം, MV രമേശ്, കല്ലൂർ യമുനകുമാരി, ബേബി ടീച്ചർ ശാന്തകുമാരി, കലാമണ്ഡലം വിദ്യാർത്ഥി അർച്ചന എന്നിവരാണ് പാടിയത്.
മാങ്കുറിശി ദിനേശ് വാര്യർ ഇടയ്ക്ക, ഗണേഷ് ശർമ്മ മൃദംഗം, അനിൽ മാരായമംഗലം തബല, വിനോദ് പഴയന്നൂർ വയലിൻ, രാമചന്ദ്രൻ കേരളശ്ശേരി എന്നിവർ പക്കമേളമൊരുക്കി. ഭക്തിഗാനസുധ അവതരിപ്പിച്ച കലാകാരന്മാരെ ക്ഷേത്രം പ്രസിഡന്റ് രാജൻ, മാനേജർ കൃഷ്ണദാസ്, ക്ഷേത്രം ഭാരവാഹികൾ എന്നിവർ ചേർന്ന് ഉപഹാരം നൽകി ആദരിച്ചു. വെള്ളിയാഴ്ച നടക്കുന്ന പ്രതിഷ്ഠാ ദിനത്തോടെ പരിപാടികൾക്ക് സമാപനമാകും. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. മാറ്റുലി. സംസ്ഥാന സർക്കാരിൻ്റെ വകുപ്പുകളിൽ 100% പരാജയപ്പെട്ട വകുപ്പ് വനംവകുപ്പാണെന്ന് സമൂഹമാധ്യമങ്ങൾ കുറ്റപ്പെടുത്തുന്നു. വകുപ്പ് മന്ത്രിയും ഉദ്യോഗസ്ഥരും ഈ വകുപ്പ് കൈകാര്യം ചെയ്യാൻ കഴിയാത്തവരാണെന്നും സമീപകാലങ്ങളിൽ ഉണ്ടായ വന്യജീവി ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ വിലയിരുത്തുന്നു. ഇതിൽ നിങ്ങളുടെ അഭിപ്രായം എന്ത്? മാറ്റോലിയിലേക്ക്. ലോകത്ത് ഒരിടത്തും ഇല്ലാത്ത നിയമങ്ങളാണ് വനനിയമങ്ങൾ എന്ന പേരിൽ കേരളത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. മലയോര മേഖലയിലെ ആളുകൾ അതുകാരണം വളരെ ബുദ്ധിമുട്ടിലാണ്. വന്യജീവികളുടെ ആക്രമണം മൂലം നിരവധി ആളുകൾ മരണപ്പെടുകയും കൃഷിയും ജീവിതവും തകരുമ്പോഴും യാതൊരു നടപടിയും സ്വീകരിക്കാതെ അതിനെതിരെ പ്രതികരിക്കുന്ന ആളുകളെ കുറ്റക്കാരാക്കി കാണുന്ന ഒരു സംവിധാനമാണ് വനം വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നത്. അത് എതിർക്കപ്പെടേണ്ടതാണ്. ഭരണകർത്താക്കൾ അതിന് വേണ്ട നിയമനിർമ്മാണങ്ങൾ നടപ്പിലാക്കാൻ തയ്യാറാവണം. കേരളത്തിലെ വനം വകുപ്പിന്റെ പ്രവർത്തനം പൂർണ്ണ പരാജയമാണെന്നാണ് നാളിതുവരെയുള്ള കാര്യങ്ങളിൽ നിന്നും തെളിയാവുന്നത്. കാരണം വന്യജീവി സംഘർഷം കൂടുതലായിരിക്കുന്നു എന്ന് മാത്രമല്ല, വനത്തിനകത്തു നിന്നും മൃഗങ്ങൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങി വരുന്നത് തടയുന്നതിന് വേണ്ട യാതൊരു നടപടികളും വനം വകുപ്പ് കൃത്യമായി പാലിക്കുന്നില്ല. നമ്മൾ ഇതര സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഇപ്പോൾ തമിഴ്നാട്, കർണാടക പോലുള്ള സംസ്ഥാനങ്ങളിലും വനത്തോട് ചേർന്ന ജനവാസ മേഖലയും മറ്റും ഉണ്ടാകുമ്പോൾ അവിടെ നടക്കുന്നതിനെക്കാട്ടും കൂടുതൽ വന്യജീവി ആക്രമണമാണ് നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്നത്. അതിന് വനം വകുപ്പ് കാര്യമായ ഫണ്ട് കരുതുന്നില്ല, അല്ലെങ്കിൽ വനത്തിനകത്തു നിന്നും മൃഗങ്ങൾ വരുന്നതിന് തടയേണ്ട യാതൊരു നടപടിക്രമങ്ങളും പൂർത്തിയാക്കുന്നില്ല. അതിനുള്ള വകയെത്തിയ ഫണ്ടടക്കം വകമാറ്റി ചെലവഴിക്കുന്നു, അല്ലെങ്കിൽ കേന്ദ്രം നൽകുന്ന എത്ര ഫണ്ടാണോ അതുപോലും വിനിയോഗിക്കുന്നില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ പുതിയ സംഭവങ്ങൾ വനംവകുപ്പിൽ തന്നെ ഉദ്യോഗസ്ഥർക്കിടയിൽ തന്നെ ജാതി മതം തിരിച്ചുള്ള ട്രാൻസ്ഫർ അതുപോലെയുള്ള കാര്യങ്ങളിലും അല്ലെങ്കിൽ സ്ഥാന കയറ്റങ്ങളിലേക്കൊക്കെ ഇങ്ങനൊരു വിവാദം കൂടി വന്നിരിക്കുന്നത്. കേരളത്തിലെ വനംവകുപ്പിൻ്റെ ഇടപെടലുകൾ ശരിക്കും പറഞ്ഞാൽ ദുരിതപൂർണമാക്കിയിരിക്കുകയാണ് സംസ്ഥാനത്തിന് എന്ന് വേണം പറയാൻ. വനം വകുപ്പിൻ്റെ പ്രവർത്തനങ്ങൾ അമ്പേ പരാജയമാണെന്ന് നാം കണ്ടു കഴിഞ്ഞു. ഇതിനോടകം എത്രയോ ജീവനാണ് കാട്ടാന അപഹരിച്ചത്. മാത്രമല്ല, നാട്ടിലിറങ്ങി കൃഷി നശിപ്പിക്കുക, ഇതെല്ലാം കണ്ടിട്ടും എന്തേ ഇവർ ഒന്നും ചെയ്യാത്തത്? ഇതിന് തക്കതായ നടപടി എടുക്കുക തന്നെ വേണം. കാട്ടാന ഇറങ്ങി ജീവൻ പൊലിഞ്ഞാൽ അവരുടെ കുടുംബത്തിന് തുച്ഛമായ നഷ്ടപരിഹാരം നൽകി വനം വകുപ്പ് കൈയൊഴുകുകയാണ് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ മലമ്പുഴയിൽ ഉറങ്ങിക്കിടന്ന കുട്ടിയുടെ അടുത്തു നിന്നാണ് നായയെ എടുത്തുകൊണ്ടുപോയത്. ഒരുപക്ഷെ നായയ്ക്ക് പകരം കുട്ടിയെ എടുത്തുകൊണ്ടുപോയാൽ എന്തു ചെയ്യും? ഈ വനം വകുപ്പ് അധികൃതർക്ക് കാട്ടാനയോ കാട്ടുമൃഗങ്ങളെയോ തുരത്താനുള്ള ആവശ്യമായ സാധന സാമഗ്രികൾ ഇല്ല എന്നുള്ളതും ഒരു വസ്തുതയാണ്. പടക്കം പൊട്ടിക്കൽ മാത്രമാണ് അവരുടെ കയ്യിലുള്ളത്. അവരുടെ ജീവനും ഭീതിയുണ്ട്. പലപ്പോഴും കാട്ടാന വാച്ചർമാരേനെയും ഒക്കെ ഉപദ്രവിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. വാച്ചർമാരും കാട്ടാനയുടെ ആക്രമണത്തിൽ മരിച്ചിട്ടുള്ള ചരിത്രവും നമ്മൾ കാണുന്നുണ്ട്. എത്രയും പെട്ടെന്ന് വനം വകുപ്പ് വളരെ ഉഷാറാവണം. ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം വേണം. അതിന് തക്കതായ ഉപകരണങ്ങൾ, ആനയായാലും പുലിയായാലും തുരത്താനുള്ള ഉപകരണങ്ങൾ വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് സർക്കാർ നൽകണം. പ്രധാന വാർത്തകൾ വീണ്ടും. KP ശശികല വിഷകലയാണെന്നും വേടനെതിരെ ശശികല നടത്തിയത് ജാതി അധിക്ഷേപമാണെന്നും P ജയരാജൻ. ഹിന്ദു വർഗീയതയുടെ പ്രതിനിധിയാണ് ശശികല എന്നും ഹിന്ദുത്വ വർഗീയത, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളെ മനുഷ്യരായി പരിഗണിക്കുന്നില്ല എന്നും ജയരാജൻ. വേടൻ മഹാഗായകനാണെന്നും ശശികലയ്ക്കെതിരെ പോലീസ് കേസെടുക്കണമെന്നും ആവശ്യം. ഡെങ്കിപ്പനി ഭീതിയിൽ പട്ടാമ്പി. വിവിധ പഞ്ചായത്തുകളിലായി 120ഓളം പേർക്ക് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചു. ഗൗരവകരമായ സാഹചര്യമാണ് ഉള്ളതെന്നും ജാഗ്രത പുലർത്തണമെന്നും ആരോഗ്യവകുപ്പ്. ഒറ്റപ്പാലത്ത് മാരക മയക്കുമരുന്നായ MDMA-യുമായി 2 യുവാക്കൾ പോലീസിന്റെ പിടിയിൽ. 8.9 ഗ്രാം MDMA യുവാക്കളിൽ നിന്ന് പോലീസ് കണ്ടെടുത്തു.
ഒറ്റപ്പാലത്ത് മുക്കുപട്ടം പണയം വെച്ച് തട്ടിപ്പ് നടത്താൻ ശ്രമിച്ച 2 യുവാക്കളും പോലീസിന്റെ പിടി. വർഷകാലത്ത് ഉണ്ടാകുന്ന അപകടങ്ങൾ ഒഴിവാക്കുന്നതിനും മത്സ്യസമ്പത്ത് സംരക്ഷിക്കുന്നതിനുമായി കർശന നടപടികളുമായി ഫിഷറീസ് വകുപ്പ്. ജൂൺ 9 അർദ്ധരാത്രി മുതൽ ജൂലൈ 31 വരെ 52 ദിവസത്തേക്ക് ട്രോളിംഗ് നിരോധനം. 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം അഴീക്കോട് പ്രവർത്തന സജ്ജം. 123 വർഷത്തെ ചരിത്രശേഷിപ്പ് ഓർമ്മയാകുന്നു. ചെറുതുരുത്തി ഷൊർണൂർ പ്രദേശങ്ങളെ ബന്ധിച്ചിരുന്ന കൊച്ചിൻ പഴയ പാലം പൊളിച്ചു നീക്കാൻ ഉത്തരവിറക്കി സർക്കാർ. ഓർമ്മയാകുന്നത് കേരളപ്പിറവയ്ക്ക് മുൻപ് പഴയ മദിരാശി മലബാറിനെയും തിരുവിതാംകൂർ കൊച്ചിയെയും ബന്ധിപ്പിച്ചിരുന്ന നീളാനദിക്ക് കുറുകെയുള്ള കൊച്ചിൻ പാലം. തൃശൂരിൽ നടക്കുന്ന എൻ്റെ കേരളം പ്രദർശന വിപണനമേള തുടരുന്നു. സന്ദർശകർക്കായി വിവിധ ഗെയിമുകൾ ഒരുക്കി സംസ്ഥാന കായിക വകുപ്പ്. വിദേശ പക്ഷി മൃഗാദികളുടെ വിസ്മയ കാഴ്ചയൊരുക്കി മൃഗസംരക്ഷണ വകുപ്പ്. ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തിന്റെ പൊള്ളുന്ന യാഥാർത്ഥ്യങ്ങളെ തുറന്നുകാട്ടി സാംസ്കാരിക വേദിയിൽ അവതരിപ്പിച്ച നാടകവും ശ്രദ്ധേയം. തൃശൂർ അക്കിക്കാവിൽ നിയന്ത്രണം വിട്ട ഗ്യാസ് വിതരണ വണ്ടി ഇടിച്ച് വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം. വടക്കാഞ്ചേരിയിൽ മീൻ പിടിക്കാൻ പോയ 55-കാരനെ ഡാമിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.